അല്ല ഞാൻ ഉദ്ദേശിച്ചേ, ഒന്ന് പുഞ്ചിരിക്കൂ. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? എന്താണത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഉപ്പുമാവ് മാറ്റിട്ട് ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇന്നും നമുക്കൊരു കൗതുകമാണ്. അത്തരം കൗതുകമുള്ള കാഴ്ചകൾ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത്തരം ഒരു കാഴ്ചയാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ് ഒരു പാപ്പൻചേട്ടന്റെ ഫോട്ടോ പത്രത്തിലുണ്ട്. ഈ പത്രക്കാരെ കൂടി ഞാൻ തോറ്റു. അംഗനവാടിയിൽ പഠിക്കുന്ന കുഞ്ഞാണ്. എന്തിനാണ് ടീച്ചർ ഞങ്ങൾക്ക് ഉപ്പുമാവ് മാത്രം തരുന്നത്, ഞങ്ങൾക്ക് ബിരിയാണി കൂടെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആ റീൽ. എത്ര വിഷമം ഉണ്ടാവില്ലേ? ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അംഗനവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താ പറഞ്ഞേ? സമ്മതിച്ചോ? ഓ പിന്നെ സമ്മതിച്ചു. അങ്കണവാടിയിൽ ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ശംഖുവിന്റെ ആവശ്യം ഒടുവിൽ മന്ത്രി കേട്ടു. അങ്കണവാടിയിലെ ഭക്ഷണം ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മന്ത്രി വീണ ജോർജിന്റെ ഉറപ്പിന് പിന്നാലെ സന്തോഷം പങ്കിട്ട ശംഖു വീണ്ടും 24 ക്യാമറയ്ക്ക് മുന്നിലെത്തി. രാഷ്ട്രീയ സാഹചര്യങ്ങൾ എപ്പോഴാണ് മാറി മറിയുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു മുൻകരുതൽ ഈ